പറയാൻ പറ്റുമോ? എന്താണ് ഈ ലെറ്റിംഗ് ഗോ എന്ന് നെഗറ്റീവായിട്ടുള്ള പറയുന്നത്? കാര്യങ്ങളെയൊക്കെ വിട്ടുകളയാനാണോ? നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ കളയാനാണോ? അതെ, ഏകദേശം നമ്മള് നമുക്ക് ആവശ്യമില്ലാത്തതെല്ലാം ലൈഫ് കളയുക. യെസ് 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 അതാണ് കൺസെപ്റ്റ്. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകാതെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ചില ഇൻസിഡന്റുകളുടെ ഓർമ്മകളായിരിക്കാം, ചിലപ്പോൾ ചില വേദനകളായിരിക്കാം, ചില ആളുകളായിരിക്കാം. ആളുകൾ ഏറ്റവും അടുത്തവർ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റന്റ് ആയിരിക്കാം. ചിലപ്പോൾ ചില എക്സ്പെക്ടേഷൻസ് ആയിരിക്കാം നമ്മുടെ മനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഏറ്റവും കോറായിട്ടുള്ള സംഭവമാണ് നമ്മുടെ ശ്വാസം, അല്ലെ? അതുപോലും നമ്മൾ വളരെ കുറഞ്ഞ സമയം നമ്മുടെ ശരീരത്തിനുള്ളിൽ നിൽക്കുന്നുള്ളൂ. നമ്മൾ ബ്രീത്ത് എടുത്തു, എന്നിട്ട് നമ്മളത് എക്സൈൽ ചെയ്യാതെ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ കുറച്ചു നേരമൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലേ? അത് കഴിഞ്ഞാൽ അത് എക്സൈൽ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു യൂണിവേഴ്സൽ ലോ, അല്ലെ? ശ്വാസം തന്നെ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ അപ്പൊ ഇമോഷൻസിന്റെ കാര്യം പറയാനുണ്ടോ? അപ്പൊ നമ്മൾ ഇമോഷൻസിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക എന്ന് പറയുന്നത് ശരിക്കും ഈ യൂണിവേഴ്സൽ പോളിസിക്ക് എതിരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഏറ്റവും എളുപ്പം മനസ്സിലാകുന്ന ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാം. നമ്മൾ സാധാരണ ചെയ്യുന്നതാണല്ലോ ഡിഷ് വാഷിങ്. കിച്ചണിൽ നമ്മൾ പാത്രം കഴുകാത്ത ആരുമില്ല, അല്ലെ? ഓക്കെ, അപ്പൊ ഈ പാത്രം കഴുകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആ, പാത്രങ്ങള് ജസ്റ്റ് ഒരു വെള്ളം ഒഴിച്ച് അപ്പൊ തന്നെ അത് ക്ലീൻ ആകും. പക്ഷെ ചില പാത്രങ്ങൾക്ക് നമുക്ക് എന്താ പറയാ, ഡിഷ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഒരു കെമിക്കൽസ് നമുക്ക് ആവശ്യം വരും, അതുകൂടി ചേർക്കേണ്ടി വരും. ചില പാത്രങ്ങളാണെങ്കിൽ അതും പോരാ, ഒരു സ്ക്രബ്ബർ കൂടി നമ്മൾ യൂസ് ചെയ്യും, അല്ലെ? കാരണം കുറച്ച് വർക്ക് ചെയ്യാനുണ്ട് അതില്, അതും കൂടി ചെയ്യും. വേറെ ചില പാത്രങ്ങളുണ്ട്, ഈ പറഞ്ഞ എല്ലാം ഉണ്ടെങ്കിലും അതിൽ ആ ഡെർട്ടിന്റെ അത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത ഡ്യൂറേഷൻ കൂടിപ്പോയ കാരണത്താൽ ഒരുപക്ഷെ അവിടെ തുരുമ്പിന്റെ കറ വന്നിട്ടുണ്ടാവും. നമുക്ക് ഫുള്ളായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും, എന്നാൽ പോലും അവിടെ ഒരു തുരുമ്പിന്റെ കറ പോലെ അവിടെ ഉണ്ടാവും. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിളാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഇമോഷൻസ്. ഒരു കൺസെപ്റ്റ് പിടികിട്ടിയല്ലോ. അപ്പോൾ ഈ മനസ്സിനൊരു കാര്യമുണ്ട്, നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കുന്നോ ആ സമയത്തെല്ലാം ഈ മനസ്സ് വിചാരിക്കുന്നത് ഇത് റിയലി സംഭവിക്കുന്നതാണ്. നമ്മളെ ഒരാള് ഒരു പ്രാവശ്യമേ വേദനിപ്പിച്ചിട്ടുണ്ടാവും, ഒറ്റ പ്രാവശ്യം, പക്ഷെ നമ്മളത് വീണ്ടും ഓർക്കുകയാണ്. ഓക്കെ, ഞാനിപ്പം എക്സാമ്പിളായിട്ട് ഇപ്പം ജേക്കബ് സാറിന് പറയാം. സാറിനാകുമ്പോൾ പ്രശ്നമില്ല. ജേക്കബ് സാർ എന്നെ ഒന്ന് വേദനിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആ ഒരൊറ്റ വൺസ് ആണ്, പക്ഷെ ഞാൻ അത് വീണ്ടും വീണ്ടും ആലോചിക്കുക. ജേക്കബ് സാർ എന്നോട് അങ്ങനെ ചെയ്തു, എന്നോട് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്നിങ്ങനെ ഞാൻ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മനസ്സിൽ കൊണ്ടുവരുമ്പോൾ പിന്നെ എനിക്ക് ഈ ജേക്കബ് സാറിന്റെ ജെ എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പ്രതികാരം തിരിച്ച് വീണ്ടും അങ്ങോട്ടും അങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇമോഷൻസ് ഇങ്ങനെ ഞാൻ മനസ്സിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിക്കുന്നത് ഈ ജേക്കബ് സാർ എല്ലാ ദിവസവും എല്ലാ സമയത്തും എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഓക്കെ, ഇതേ സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുത്താൽ അത് വർക്കൗട്ടാകും, പക്ഷെ അത് നമ്മൾ ചെയ്യില്ല. അതിലേക്ക് നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റഡ് അല്ല. ഇത് നമ്മൾ ഓക്കെയാണ്. നമ്മളിങ്ങനെ സ്വയം വേദനിച്ചുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്ത് തോട്ട്സ് കൊടുത്ത് നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ എക്സാമ്പിൾ പറഞ്ഞത് പോലെ ജേക്കബ് സാർ ആണോ എന്നെ വേദനിപ്പിച്ചത് അതോ ഞാനാണോ? ശരിക്കും ആരാണ്? എൻ്റെ തോട്ട്സ് ആണ് എന്നെ വേദനിപ്പിച്ചിട്ടുള്ളത്, അല്ലെ? ജേക്കബ് സാറിന്റെ ആ ഒരു ആക്ടിവിറ്റി ഒറ്റ പ്രാവശ്യമായിരുന്നു, പക്ഷെ നമ്മളത് അത് ആവർത്തിച്ച് എത്ര പ്രാവശ്യം മനസ്സിൽ കൊണ്ടുവരുന്നു
അപ്പൊ അത്രയും നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഈ ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും വലിയൊരു ക്വാളിറ്റി, അതിന്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ പറഞ്ഞില്ലേ, നമുക്ക് ഒരു എന്താ പറയാ, ഒരു ദുരനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത്, അതിനെ നമ്മൾ മനസ്സിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യാതെ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി അതിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അവിടെ വർക്കൗട്ട് ആവുന്നത് നമ്മുടെ ഈഗോയാണ്. ഈഗോ, നമ്മൾ ഇങ്ങനെ അതിൽ എനിക്കെന്ത് എന്നുള്ള ആ ഒരു നമ്മളെ ഒരു എന്താ പറയാ സെൻട്രലൈസ് ഒരു പോർഷൻ ആക്കി വെച്ചുകൊണ്ടുള്ള ചിന്തകളാണ് ഈ ഈ ചിന്തകൾക്കുള്ള കാരണം. പക്ഷെ യൂണിവേഴ്സൽ പോളിസി എന്ന് പറയുന്നത്, അത് നമ്മൾ വിട്ടുകൊടുക്കുക, അത് നമ്മൾ ആ ഒരു അതിനൊരു സമയമുണ്ട്. ഈ സമയവും കടന്നു പോകും എന്നുള്ള നമ്മൾ പ്രശസ്തമായ ഒരു കോട്സ് കേട്ടിട്ടുണ്ടല്ലേ. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്നാണല്ലോ. അപ്പൊ അത് നമ്മൾ എടുക്കുക എന്നല്ലാതെ അതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക എന്നത് യൂണിവേഴ്സൽ പോളിസിയേ അല്ല. ഓക്കെ, ഒരിക്കൽ ഒരു ഗുരു തന്റെ ശിഷ്യനോട് ഈ മലയുടെ മുകളിലേക്ക് ഒന്ന് പോയി വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു നിർദ്ദേശം കൂടി, ശിഷ്യനൊരു പാഠം കൊടുക്കാൻ വേണ്ടിയാണ്. ഗുരു പറഞ്ഞു, നിനക്ക് ആവശ്യമുണ്ടെന്ന് തോന്നി നീ നിന്റെ കൂടെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള വസ്തുക്കൾ കൂടി നീ കൊണ്ടുപോകണം. അത് ഇതിന്റെ ഒരു കണ്ടീഷനാണ്. അപ്പൊ ഈ ശിഷ്യൻ തന്റെ ബാഗ് എടുത്ത് ഇങ്ങനെ തന്റെ വീട്ടിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ ഇദ്ദേഹം കാണുകയാണ്. ഗുരുവിന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിക്കണമല്ലോ. അദ്ദേഹം സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഡ്രസ്സുകൾ എടുത്തു, പിന്നെ അദ്ദേഹത്തിന്റെ കുറെ ആക്സസറീസ്, കുറെ വസ്തുക്കൾ ഓരോന്ന് ബാഗിൽ നിറച്ചു. അവസാനം ഇത് വലിയൊരു ബാഗായി. അദ്ദേഹം ഇങ്ങനെ ഈ മല കയറാൻ തുടങ്ങി. മല കയറി ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും ഈ യാത്രയെക്കാളും ഇദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകുന്നത് ഈ ചുമലിലുള്ള ബാഗാണ്. അങ്ങനെ അദ്ദേഹം ആ ബാഗുമായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. പിന്നെ അദ്ദേഹം ആ ബാഗ് ഇങ്ങനെ നോക്കി, ശരിക്കും ഇത്രയും സാധനങ്ങൾ ഞാൻ എന്തിനാണ് ഈ ബാഗിൽ ചുമക്കുന്നത്? അപ്പം ഗുരു പറഞ്ഞത്, നിനക്ക് ആവശ്യമുണ്ടെന്ന് കരുതി സൂക്ഷിക്കുന്ന വസ്തുക്കൾ നീ കൂടെ കൊണ്ടുപോകണമെന്നാണല്ലോ. അങ്ങനെ അദ്ദേഹം ഈ ബാഗിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. എത്രയോ വസ്ത്രങ്ങൾ, ഇത്രയും വസ്ത്രങ്ങൾ എനിക്ക് ആവശ്യമുണ്ടോ? അദ്ദേഹം കുറച്ച് അത് അവിടെ മാറ്റി വെക്കുന്നു. ദെൻ ബാഗിന്റെ കനം കുറയുന്നു. പിന്നെ നോക്കുമ്പോൾ പലതരത്തിലുള്ള ചെരുപ്പുകൾ, അങ്ങനെയുള്ള, ഇത്രയും എനിക്ക് ആവശ്യമുണ്ടോ? ഒന്ന് പോരെ. ദെൻ അത് മാറ്റി വെക്കുന്നു. അങ്ങനെ ഓരോരോ വസ്തുക്കളും അദ്ദേഹം വീണ്ടും ഒന്ന് പരിശോധിക്കുകയാണ്. ഇതൊന്നും എപ്പോഴും ആവശ്യമുള്ളതല്ല. അങ്ങനെ ഒഴിവാക്കി ബാഗിൽ വളരെ വേണ്ടപ്പെട്ട, ആ യാത്രയിൽ അദ്ദേഹത്തിന് എന്ത് വേണമോ അവിടെ വരെ പോയി തിരിച്ചു വരാൻ അത്രയും മാത്രമായിട്ട് അദ്ദേഹം ആ ബാഗ് ചുരുക്കി അതിലെ വെയിറ്റ് ഒക്കെ കുറച്ച് വളരെ സുഖമായിട്ട് പോയി ഗുരു പറഞ്ഞ ടാസ്ക് ചെയ്തിട്ട് തിരിച്ചു വന്നു. ഗുരുവിനോട് ഈ ഒരു അനുഭവം പറയുമ്പോൾ ഗുരു പറയുന്നു, നിന്റെ ലൈഫിലും നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം അതാണ്. നിന്റെ മനസ്സാകുന്ന ആ ഒരു പവിത്രമായ മുറിയിൽ നീ എന്തെല്ലാമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും അധികം ഇമോഷൻസ് നീ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ് നിന്റെ ലക്ഷ്യങ്ങളിലേക്ക് നിനക്ക് എത്താൻ പറ്റാത്തത്. അപ്പൊ ആവശ്യമില്ലാത്ത, നമ്മൾ തന്നെ വീട്ടിലൊക്കെ ചെയ്യാറില്ലേ, നമുക്ക് നമ്മളെ യൂസേജ് കഴിഞ്ഞ് നമ്മുടെ വസ്ത്രങ്ങൾ ഒന്നുകിൽ നമ്മൾ അത് ഡിസ്ട്രോയ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ പല നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ അത് ചെയ്യുന്നില്ല? ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റോറി നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ്. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും, ഈവൻ ഇമോഷൻസ് ആണെങ്കിൽ പോലും, നമ്മളത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒരു അനുഭവം നമുക്ക് നടന്നു, ഓക്കെ, നമ്മളത് ഫോർഗീവ് ചെയ്യുക, ദെൻ അത് പൂർണ്ണമായും മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളതിനെ കുറെ നാളുകളോളം ഇങ്ങനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. അതേസമയം നമ്മുടെ
ഈ നമ്മൾ പറയാറുണ്ടല്ലേ, ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ടൂള് നമുക്ക് വിശദമായിട്ട് പിന്നീട് വേറൊരു സെഷനിൽ പഠിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയാ, ലൈഫ് സക്സസിന് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനിഫെസ്റ്റേഷൻ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഈ സംഭവം. ഈ ലെറ്റ് ഗോ ചെയ്യാതെ അറ്റാച്ച്ഡ് ആയി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്ന സംഭവങ്ങൾ. കാരണം സ്പേസ് ഇല്ല. നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചാൽ തന്നെ, നമ്മളൊരു കാറ് വാങ്ങണമെന്ന് ആഗ്രഹിച്ചു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ വീട്ടിൽ പാർക്കിംഗ് സ്പേസ് ഇല്ലെങ്കിലോ, നമ്മൾ പിന്നെ എവിടെ കൊണ്ടുപോയി അത് പാർക്ക് ചെയ്യും? അപ്പൊ നമ്മുടെ ഈ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവും? അതിന് നല്ലൊരു ബ്ലോക്ക് അല്ലേ വരുന്നത്? മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞ പോലെ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിന് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മളെ എത്താനുള്ള സ്പേസ് നമ്മൾ കൊടുക്കാനാണ് ഈ ഒരു ലെറ്റിംഗ് ഗോ എന്ന് പറയുന്ന ഈ ഒരു ടൂള് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ശരിക്കും അത് സ്പിരിച്വൽ ആയിട്ടുള്ളവർ ലെറ്റ് ഇറ്റ് ഗോ എന്ന് പറയുന്നതിനോടൊപ്പം ലെറ്റ് ഇറ്റ് ഫ്ലോ എന്ന് ഉപയോഗിക്കാറുണ്ട്. കാരണം അത് കുറച്ചുകൂടി നല്ല ഒരു സ്റ്റേറ്റിൽ എത്തുമ്പോൾ, നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഫ്രീക്വൻസി ചാർട്ടിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ അതിലാ നമ്മുടെ വൈബ്രേഷൻ അനുസരിച്ച് ഈ ലെറ്റ് ഗോയുടെ ആ ഒരു അതിന്റെ ഒരു ഭംഗിയും കൂടി വരും. നമ്മൾ ഇപ്പൊ ലെറ്റ് ഗോ എന്നാണ് പറയുന്നതെങ്കിൽ കുറച്ചുകൂടി ഉയർന്ന സ്റ്റേറ്റിലുള്ള ആളുകൾ ലെറ്റ് ഫ്ലോ എന്നായിരിക്കും. അത് ഒഴുകട്ടെ, അത് അതിന്റെ വഴിക്ക് സുഗമമായി ഒഴുകട്ടെ എന്നായിരിക്കും അവര് ഉപയോഗിക്കാറുള്ളത്. ദെൻ അതിലും കൂടിയ റേഞ്ച് ഉള്ളവർ ലെറ്റ് ഇറ്റ് ഫ്ലൈ എന്ന് പറയാറുണ്ട്. പറക്കട്ടെ. അതങ്ങനെയാണല്ലോ, ഖരം, ദ്രാവകം, വാതകം എന്നാണല്ലോ പ്രധാനപ്പെട്ട 3 സ്റ്റേറ്റ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇമോഷൻസിനും ആ ഒരു സ്റ്റേറ്റിൽ സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ നമ്മള് തുടക്കക്കാരെന്ന രീതിയിൽ നമുക്കിപ്പോ ഫ്ലൈയും ഫ്ലോവും ഒരുപക്ഷെ ആവണമെന്നില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇരുന്ന് ആലോചിക്കുക, നമുക്ക് എന്താണ് നമ്മുടെ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഞാൻ കുറച്ച് കുറച്ച് ടാസ്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. അപ്പം നമ്മൾ ഇതിനൊക്കെ നമുക്ക് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. വരുന്ന ഫ്യൂച്ചറിൽ വരുന്ന സെഷനുകളിൽ നമുക്ക് ഓരോ സബ്ജക്റ്റ് എടുത്തിട്ട് അതിലേക്ക് മെഡിറ്റേഷൻസ് മാത്രമായിട്ട് ഈ ലെറ്റ് ഗോ ചെയ്യുന്ന മെഡിറ്റേഷൻസ് ചെയ്യാം. ഓക്കെ. ഇപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് അല്ല, ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇപ്പം നമ്മൾ എത്ര ചെറിയ കാര്യമാണെങ്കിലും അതിന്റെ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് അതൊരു ബുദ്ധിമുട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കാറുണ്ടല്ലേ? ഒരു ചെറിയ ഇപ്പം ഫോൺ ഉദാഹരണം പറയുന്നില്ല, കാരണം ഫോൺ നമ്മൾ പിടിച്ചോണ്ട് നിൽക്കാറില്ല, നമ്മൾ അത് യൂസ് ചെയ്യാറാണ് പതിവ്. അത് നമ്മുടെ ഒരു പാർട്ടായിട്ട് മാറിപ്പോയി. അത് ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും, നമ്മുടെ ഇപ്പോൾ ഒരു റിമോട്ട് കൺട്രോൾ അല്ലെ, നമ്മൾ TV കാണുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ചാനൽ ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമാണ് അത് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും. അതേസമയം ഈ ഒരു റിമോട്ട് നമ്മൾ ത്രൂ ഔട്ട് ഒരു 3 മണിക്കൂർ കയ്യിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ കുറച്ചു നേരം നമ്മളത് ഇങ്ങനെ ഒരേ പൊസിഷനിൽ പിടിച്ചിരുന്നാൽ നല്ല പെയിൻ ഉണ്ടാവും അല്ലെ? ഇതുപോലെ തന്നെയാണ് ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും അത് നമ്മൾ എത്രത്തോളം ഹോൾഡ് ചെയ്യുന്നു നമുക്ക് അത്രയും പെയിൻ ഉണ്ടാക്കും. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ ലൈഫിലേക്ക് തന്നെ പോവാം. അപ്പൊ നമ്മൾ സ്വയം എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കാം. നമ്മുടെ ലൈഫിൽ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ലെറ്റ് ഗോ ചെയ്യാതെ നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. കാരണം നമുക്ക് പുറത്തുനിന്നല്ല നമ്മൾ ഇതിനുള്ള കാര്യങ്ങൾ, നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകേണ്ട കാര്യങ്ങൾ നമ്മൾ സ്വയം ഇരുന്ന് നമ്മൾ ആലോചിക്കുക. ഏതെങ്കിലും വ്യക്തികളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസിഡന്റ് ആണോ? അങ്ങനെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു അവസരം നമ്മൾ നഷ്ടപ്പെടുത്തിയതായിരിക്കും. ആ സംഭവമായിരിക്കും നമ്മുടെ മനസ്സിൽ പോകാതെ കിടക്കുന്നത്. പക്ഷെ ഞാനന്ന് അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു, അത് മിസ്സാക്കി എന്ന് പറഞ്ഞിട്ട് ആ റിഗ്രറ്റ്, ആ ഇമോഷൻ അവിടെ കിടന്ന് ഇങ്ങനെ നമ്മുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടാവും. അത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്താണ് എന്നുള്ളത്. നമ്മുടെ ലൈഫിൽ
ഏറ്റവും റിഗ്രറ്റ് തോന്നിയ ഒരു കാര്യം എടുക്കുക. നമുക്ക് എല്ലാം കൂടി വേണ്ട, ഓരോ കാര്യങ്ങളായിട്ട് ചെയ്താൽ മതി. നമ്മൾ എന്നിട്ട് അതിനെക്കുറിച്ച് എഴുതുക. ഓക്കെ, അപ്പൊ അത് വിശദമായിട്ടൊന്ന് എഴുതുക അല്ലെങ്കിൽ വിഷ്വലൈസ് ചെയ്യുക, നമ്മുടെ ഇഷ്ടം പോലെയാണ്. നമുക്കത് അതിന്റെ എഫക്റ്റ് എടുക്കുക എന്നുള്ളതാണ്, വർക്കൗട്ട് ആക്കുക എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതുക. ദെൻ എന്നിട്ട് നമ്മൾ ഓക്കെ, ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് എന്താണ് എന്ന് അതിൻ്റെ താഴെ എഴുതുക. ഞാൻ ഇതിൽ നിന്ന് ഇന്ന കാര്യം പഠിച്ചു. അപ്പോൾ അത് ക്ലാരിറ്റി ആയി. ഇങ്ങനെ ഒരു ദുരനുഭവം എനിക്കുണ്ട്. ഓക്കെ, ദെൻ അതിൽ എനിക്ക് റിഗ്രറ്റും പ്രശ്നങ്ങളുമാണ്. ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ആണ്. അതിൻ്റെ താഴെ അതിൽ നിന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത് അവിടെ താഴെ എഴുതുക. ദെൻ ഏറ്റവും അതിൻ്റെ താഴെ ഐ റിലീസ്. ഈ ഈ ഒരു ഇമോഷൻ ഞാൻ റിലീസ് ചെയ്യുന്നു, ഞാൻ ഫ്രീ ആക്കുന്നു. നമ്മൾ ഈ തുറന്നു വിടുമ്പോൾ ഉള്ള ഒരു ഈ ഇല്ലേ, അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ, അതിനെ ഇങ്ങനെ ഫ്രീ ആക്കി വിടുമ്പോൾ ഉള്ള ആ ഒരു ഫീല് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അഫർമേഷൻ ആയിട്ട് പറഞ്ഞു നോക്കാം, ഐ റിലീസ്, ഈ ഒരു ഫീല് ഞാൻ ഫ്രീ ആക്കുന്നു എന്ന് നമ്മൾ ഇതാക്കുക. വേണമെങ്കിൽ നമുക്ക് ആ പേപ്പർ നമുക്ക് കത്തിച്ച് കളയുകയോ, നമ്മൾ അതിൻ്റെ ഒരു സിമ്പൽ പോലെ വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒഴുക്കി കളയുക. കാരണം അതൊരു അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ഒരു നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയും റിയൽ നമ്മുടെ അവസ്ഥയും അത് തമ്മിൽ മാച്ച് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് അത് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ബസിമാം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ മോശം അനുഭവങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ലെറ്റ് ഇറ്റ് ഗോ ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. എന്നിട്ട് നമ്മൾ രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഇന്ന് ഞാൻ എന്തായാലും ഇങ്ങനെ ഇതുപോലെ എനിക്ക് ഹർട്ടാവുന്ന ഒരു കാര്യവും ഞാൻ ചെയ്യില്ല, ഒരു കാര്യത്തിന് ഞാൻ പോയി നിന്ന് കൊടുക്കില്ല എന്ന് നമ്മൾ തന്നെ ആദ്യം തന്നെ ഒരു അഫർമേഷൻ പോലെ കൊടുക്കുക. ഇനി എന്തെങ്കിലും തോട്ട് വന്നാൽ തന്നെ നമുക്കത് ക്യാൻസൽ എന്ന് നമ്മളൊരു ഇത് കൊടുത്താൽ മതി. സബ് കോൺഷ്യസിലേക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അത് പോയിക്കോളും. നമ്മൾ അതിനെ എന്റർടൈൻ ചെയ്യിക്കുമ്പോഴാണ് അത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് റീപ്ലേസ് ചെയ്താൽ മതി. ഈ ഇങ്ങനെ വരുന്ന ഈ ലെറ്റ് ഇറ്റ് ഗോ ആയി ചെയ്യാൻ പറ്റാതെ കിടക്കുന്ന കാര്യങ്ങളെ നമ്മൾ നല്ല ഒരു മെമ്മറി കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ ജേണൽ ചെയ്യാൻ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും മറിച്ച് നോക്കുന്ന സമയത്ത് ഇത്രയധികം ഗ്രേറ്റ്ഫുൾ ആണ് നമ്മൾ, ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് നടന്നിട്ടുണ്ട് എന്ന് ഈ പറഞ്ഞ പോകാതെ കിടക്കുന്ന ഇമോഷൻസിന് നമുക്ക് ഇതുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം വെച്ചാല് ഈ ചില ആൾക്കാർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, സപ്രസ് ചെയ്തിട്ട് നമ്മൾ അത് ലെറ്റ് ഇറ്റ് ഗോ ചെയ്തതായിട്ട് വിചാരിക്കും. അതൊരു ഇതിനകത്ത് വരുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ ഒരിക്കലും സപ്രസ് ചെയ്യരുത്. സപ്രസ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കോംപ്ലിക്കേഷൻസിലേക്ക് പോകും. ചിലരങ്ങനെയാണ്. ചിലർ പറയില്ലേ, അവൻ എല്ലാം എന്താ പറയുക, സ്ട്രോങ് ആണ്, എല്ലാം സഹിക്കും എന്നൊക്കെ പറയുമെങ്കിലും പക്ഷെ അത് എപ്പോഴോ ഒരു പൊട്ടിത്തെറിക്കാൻ കിടക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെ ആയിരിക്കും. ചില ആളുകളുടെ കേസിൽ നമ്മൾ തന്നെ ചിന്തിക്കാറുണ്ടല്ലേ, എന്തായിരിക്കും അവർക്ക് പറ്റിയ ഫെയിലിയർ, അവിടെ ഒരു ട്രാജഡി കേട്ട് കഴിയുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവര് ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാനാണ് സാധ്യത. സപ്രസ് ചെയ്ത് കൊണ്ട് നടക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടെ വേണ്ട. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ആ സംഭവത്തിന് നമ്മൾ ശരി സംഭവിച്ചു, ദെൻ അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അതിനെ പോകാൻ അനുവദിക്കുക എന്നുള്ളത്. നമ്മൾ ഇടക്കിടക്ക് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണമാണ് ആകാശം പോലെയെന്ന്, അല്ലെ? അപ്പൊ അത് തന്നെ ഇതിലും നമുക്ക് എടുക്കാം. മേഘങ്ങൾ വരുന്നു പോകുന്നു, ഇടി വരുന്നു, മിന്നൽ വരുന്നു, ചിലപ്പോൾ നല്ല ഭംഗിയുള്ള നക്ഷത്രങ്ങൾ വരുന്നു, അല്ലെ? പൂർണ്ണ ചന്ദ്രൻ വന്ന് നിൽക്കുന്നു. പക്ഷെ ആകാശം അതിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാറുണ്ടോ? ഈവൻ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ, ലെറ്റ് ഇറ്റ് ഫ്ലോ, ലെറ്റ് ദം ഗോ എന്നുള്ള ഒരു പോളിസിയാണ്. അപ്പൊ അതൊക്കെ യൂണിവേഴ്സലി ഉള്ള പോളിസികളാണ്. ഒക്കെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരാം. ഒരുപാട് ടാസ്കുകൾ ഞാൻ
തരാനിപ്പോൾ നമുക്ക് ടൈമില്ല. കുറച്ച് അതിൻ്റെ ഒരു ബേസിക് ആണ് ഇപ്പോൾ കുറച്ച് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എല്ലാവരും ഇത് വർക്കൗട്ട് ചെയ്യണം. ഇതിന് ശേഷമാണ് നമുക്ക് നമ്മുടെ ഗോളിലേക്ക് എത്താൻ പറ്റൂ. കാരണം നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ തന്നെ ആദ്യം ആ പ്ലോട്ടിന്റെ ഒരു ക്ലിയറിംഗ് ഉണ്ടല്ലോ. പ്ലോട്ട് ക്ലിയർ ആക്കാതെ കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്ലോട്ടിൽ നമുക്കൊരു ഫ്ലാറ്റ് വെക്കാൻ പറ്റുമോ? ഫ്ലാറ്റ് പോയിട്ട് ഒരു കുടിൽ പോലും വെക്കാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഫൗണ്ടേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ അറ്റൈൻ ചെയ്യുക. അതെല്ലാവരും ചെയ്തിട്ട് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എടുക്കുക, എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം നിങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുകയാണ്. ഫീഡ്ബാക്കുകൾ പറയാം, എക്സ്പീരിയൻസുകൾ പറയാം. ഓക്കെ, സജഷൻസ് പറയാം. ഇന്നത്തെ ക്ലാസ്സിലാണെങ്കിൽ അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ. സാറ് മലയാളത്തിൽ അത് പറഞ്ഞത് വിട്ടൊഴിയൽ എന്ന കല. അതിനെപ്പറ്റി സാറ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സിമിലി യൂസ് ചെയ്തു. അതായത് ഡിഷ് വാഷ് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഒരു പാത്രം ക്ലീൻ ചെയ്യുന്നത്, അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, ചിലതിന് കൂടുതൽ വേണ്ടി വരും, ചിലതിന് കുറച്ച് വേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരു സിമിലിയിലൂടെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമ്മുടെ ഒരു യൂണിവേഴ്സലിന്റെ പോളിസിയാണ് നമ്മൾ അൺനെസസറി ഇമോഷൻസ് ഒക്കെ റിലീസ് ചെയ്യുക എന്നുള്ളത്. ലെറ്റ് ഇറ്റ് ഗോസ് എന്നുള്ള ആ ഒരു യൂണിവേഴ്സൽ പോളിസിയാണിത്. പിന്നെ പറയാന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നല്ലതിനാണ്. എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലസ്ഡ് തിങ്സ് ബിക്കോസ് ഇറ്റ് ഹാസ് എ കോസ്. പിന്നെ എന്താ പറയാ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി, ഒരു പാരബിൾ, ഒരു ഗുരുവും ഡിസൈപ്പിളും തമ്മിലുള്ള പാരബിൾ പറഞ്ഞു. അത് ഒരു അതായത് ഒരു ഹില്ല് കയറാൻ വേണ്ടി പോയപ്പം ഇദ്ദേഹത്തിന്റെ ബിലോങ്ങിങ്സ് എല്ലാം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞതും, പക്ഷെ ആ ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ജീവിതത്തിലെ ബേർഡൻ ആയിരുന്നു. അത് ഒരു സിംബോളിക് ആയിട്ടാണ് സാർ പറഞ്ഞത്. അപ്പൊ ഗുരു ശിഷ്യനെ ശരിക്കും പറയാൻ അത് അനുഭവത്തിൽ കൂടെ പഠിപ്പിച്ചു കൊടുക്കാനാണ് ആ കാര്യം പറഞ്ഞത്. അപ്പൊ അവസാനം എന്താ പറയാ, ഡിസൈപ്പിൾ ഇതുമായിട്ട് പോയപ്പോഴത്തേന് ഡിസൈപ്പിളിന് മനസ്സിലായി കയ്യിരിക്കുന്ന സാധനങ്ങളെല്ലാം വെയിറ്റ് ഉള്ളതാണ്, ഇത് കളഞ്ഞു കഴിയുമ്പോഴത്തേന് എനിക്ക് ഈസി ആയിട്ട് മല കയറാന്നുള്ളത്. അത് അപ്പം തിരിച്ചു വന്നപ്പം ഗുരു ചോദിച്ചു, നീ എന്താ മല കയറിയോ? അത് ഗുരു, എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ട് അപ്പം ഇത് നിനക്ക് മനസ്സിലായല്ലോ. അതായത് നിന്റെ മൈൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഫുൾ ഓഫ് ഒരു റൂമായിട്ട് നീ കൺസിഡർ ചെയ്യുക. പിന്നെ ഓബ്ജക്ട്സ് എല്ലാം ഇമോഷൻസ് ആണ്. നീ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം കൊണ്ട് നടന്നത് കൊണ്ടാണ് നിനക്ക് ജീവിതത്തിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായത്. പിന്നെ എന്താ പറയാ, നമ്മൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് ഒക്കെ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും വർക്ക്ഔട്ട് ആവത്തില്ല. അത് സാർ പറഞ്ഞൊരു പോയിന്റ് ആണ്. പിന്നെ വലിയ വലിയ ആൾക്കാരും തോട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇമോഷൻസിനെ ലെറ്റ് ഇറ്റ് ഫ്ലോ, ലെറ്റ് ഇറ്റ് ഫ്ലൈ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെന്താ പറയാ, നമുക്ക് ഒരു ഈ ഇമോഷൻസ് എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര പെയിൻ ആയിരിക്കും. അത് പക്ഷേ എന്ന് വെച്ചാൽ പലതിനെ പറ്റിയായിരിക്കും, റിഗ്രറ്റ് ഓഫ് ലൂസിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ജേർണൽ റൈറ്റിംഗ് യൂസ് ചെയ്യണം. നമുക്ക് എന്താണ് നമുക്ക് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക. എഴുതി വെച്ചിട്ട് വാട്ട് ലെസൺ ഐ ലേൺ ഫ്രം ദാറ്റ് ഇൻസിഡന്റ്, അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു, എന്നിട്ട് അത് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകാം, അതിനെ കറക്റ്റ് ചെയ്യാൻ ചെയ്യുക. പിന്നെന്താ പറയാ, എല്ലാ കാര്യത്തിലും നമ്മൾ ഈ നെഗറ്റീവ് ഇമോഷൻസ് കൊണ്ട് നടക്കാതെ കുറെ നമ്മളങ്ങ് റിലീസ് ചെയ്ത് കളയണം. എങ്ങനെ റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ഉള്ള കാര്യമല്ല. അതായത് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. അപ്പൊ ആ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ പോസിറ്റീവ് തോട്ട്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം, അല്ലെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്ലോലി നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും അത് യൂസ് ചെയ്യും. അങ്ങനെ നമുക്കൊരു പോസിറ്റീവ് അഫർമേഷനിലേക്ക് വരാം. അങ്ങനെ പോസിറ്റീവ് അഫർമേഷൻ വരുമ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതും. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. പിന്നെ പിന്നെ സാർ പറഞ്ഞത്, നമ്മൾ വി ഷുഡ് നോട്ട് സോപ്രസ് അവർ ഇമോഷൻസിനെ ഒരിക്കലും നമ്മൾ സോപ്രസ് ചെയ്ത് വെക്കരുത്. അതിനെ നമ്മൾ റിലീസ് ചെയ്ത് വിടുക എന്നുള്ളത്. അത് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ആ ഇമോഷൻസിനെ ആക്സെപ്റ്റ് ചെയ്യണം. എന്ത് തന്നെയാണ് ആ നെഗറ്റീവ് ഇമോഷനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ പറ്റും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ, കരച്ചിൽ വന്നാൽ കരയണം, ചിരിക്കുമ്പോൾ ചിരിക്കണം, ദേഷ്യം വന്നാൽ എക്സ്പ്രസ് ചെയ്യണം. ഇതൊക്കെ ഇതിൽ നിന്നെല്ലാം നമ്മൾ ലെസൺസും പഠിക്കണം. പിന്നെ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ ഒരു ഫ്രീ മൈൻഡ് ആവും. പിന്നെ സാറ് പറഞ്ഞ സ്കൈ ആയിട്ട്
ഇത് പറഞ്ഞു. സ്കൈസ് ഒരിക്കലും, അതായത് ആകാശം ഒരിക്കലും ക്ലൗഡ്സിനെയോ റെയിനെയോ ഒന്നും തടഞ്ഞു നിർത്തുന്നില്ല. അത് അതിന്റെ വേയിൽ ഫ്ലോ ചെയ്ത് പോട്ടെന്ന് വിചാരിക്കും അല്ലേ. അതൊന്നിനെയും ഹോൾഡ് ചെയ്യുന്നില്ല, അത് ഫ്രീ ആയിട്ട് വിടുകയാണ്. അത് പൊയ്ക്കോട്ടെ, അത് അതിന്റെ രീതിയിൽ ഫ്ലോ ചെയ്യട്ടെ, അല്ലെങ്കിൽ പോകട്ടെ എന്നുള്ള. ഇങ്ങനെയൊക്കെ സാറ് ഇമോഷൻസിനെ പറ്റി വളരെ നന്നായിട്ട്, ഇമോഷൻസ് ഇൻ ഷോർട്ട് സാർ പറഞ്ഞത്, emotions should not hold, it should be released freely, then we will become free mind. Okay sir, ഇത് നീണ്ടുപോയി സാറ് പറഞ്ഞ കാര്യം. താങ്ക് യു ഓക്കെ, താങ്ക് യു താങ്ക് യു. ബെസ്സി മാം, ഗ്രേറ്റ്. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് മാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അടിപൊളിയായിട്ട് അബ്സ്ട്രാക്ട് എടുത്തു തന്നു. ഇനി ആരെങ്കിലും ഇടയ്ക്ക് വെച്ച് വന്നവർക്ക് പോലും അടിപൊളിയായിട്ട് അതിന്റെ സീക്വൻസിലാണ് മാം പറഞ്ഞത്. താങ്ക് യു വെരി മച്ച് ബെസ്സി മാം. ഇനി നമുക്ക് ജേക്കബ് സാറിന് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ജേക്കബ് സാറ് പറയാൻ സമയം സാർ കിട്ടിയില്ല. ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. ഇടക്ക് വെച്ച് കയറിയത് അനസർ പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. എനിക്ക് എന്തായാലും റെക്കോർഡിങ് ഞാൻ കേട്ടോണ്ട്, ഞാൻ പുറത്തായിരുന്നു, വന്ന് വേഗം അത് ഓണാക്കിയത്. അപ്പോഴാണ് ഇപ്പോ, പക്ഷേ അൽഹംദുലില്ലാ ബെസ്സി മാമിന്റെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷനിൽ എന്താ പറഞ്ഞത് എന്നുള്ളതിന്റെ ഒരു ഐഡിയ കിട്ടി. താങ്ക് യു സോ മച്ച്. ബാക്കി ഞാൻ സാറിന്റെ റെക്കോർഡിംഗ് കേട്ടിട്ട് പറയാം. എന്തായാലും ലെറ്റ് ഇറ്റ് ഗോ എന്നുള്ള ഒരു ടോപ്പിക് ആണെന്ന് മനസ്സിലായി. അത് തീർച്ചയായിട്ടും നമ്മള് സഹനം എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ഇമോഷനാണ്. അതിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാട്ടാണ് തെറ്റ് ശരിക്കും. ക്ഷമ, സഹനം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു നെഗറ്റീവ് ഇമോഷനിലൂടെ നമ്മൾ എടുക്കുന്നത്. അപ്പൊ എന്തായാലും സെഷൻ കേട്ടിട്ട് ബാക്കി പറയാം. താങ്ക് യു സർ. താങ്ക് യു സമീറ മാം. ഹലോ സർ, ഗുഡ് ഈവനിങ്. അല്ല, സാറിനോട് താങ്ക്സ് പറയുന്നതിന് മുന്നേ ബെസ്സി മാം ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്നുള്ളതാണ്. സാറിന്റെ ക്ലാസ് ഞാൻ മെല്ലെ കേട്ടു. ഇത് പക്ഷെ ഫാസ്റ്റ് ഫോർവേഡ് ഒരു 1.5 എക്സിലിട്ട് ഫുള്ള് കേട്ടു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സാറ് എന്തായാലും പറഞ്ഞ അടിപൊളി. സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അതേ സ്പിരിറ്റ് പറഞ്ഞു. സാർ വളരെ പീസ്ഫുൾ ആയിട്ട്, ഞാനത് ഇച്ചിരി സ്പീഡ് കൂട്ടി, കാരണം ടൈം വളരെ കുറവാണ്, അതുകൊണ്ടാണ് ഈ സ്പീഡ് കൂട്ടിയത്. അല്ല, അതാണ് അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. അത് മൈൻഡിന്റെ ഒരു റിട്ടൻഷൻ പവറല്ലേ കാണിക്കുന്നത്. മാം അത്രയും കാര്യങ്ങള് എല്ലാം ഫീഡ് ചെയ്ത് ചെറുതായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടാവും, എങ്കിലും പടിപടിയായിട്ട് എല്ലാം പറഞ്ഞു. അടിപൊളി. അതൊക്കെ ഓരോരുത്തരുടെ ടാലന്റ് ആണ്, നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത് ഫുള്ളൊരു റീക്യാപ്പ് ആയിരുന്നു. സാറ് പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് വരുന്നവർക്ക് ഫുള്ള് ഒരു റീക്യാപ്പ് ആയി. ബട്ട് എനിവേ, അപ്പാർട്ട് ഫ്രം ദാറ്റ്, വളരെ നല്ലൊരു ടോപ്പിക്. എങ്ങനെയൊക്കെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എല്ലാ രീതിയിലും സാർ അത് ഹാഫ് ആൻ അവറിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് റിയലി അമേസിങ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ജേക്കബ് സാർ. കഴിഞ്ഞ സെഷനിൽ സാറിന്റെ ഫീഡ്ബാക്ക് പകുതി വീഡിയോയിലും പകുതി ഗ്രൂപ്പിലുമായിട്ട് മാറി. അപ്പൊ സാറ് ഫുള്ളായിട്ട് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സാറിന്. ദെൻ ബെസ്സി മാം. ജേക്കബ് സാറ് ഭയങ്കര ബുദ്ധിയാ. സാറ് ഭയങ്കര ബുദ്ധി. എത്ര സെഷനാ മോർണിംഗിലൊക്കെ എടുക്കണേന്ന് അറിയോ? കൊറേ എടുത്തിട്ട് ഞാൻ കേറാറില്ല മോർണിംഗിന്, എനിക്ക് പറ്റത്തില്ല. ബെസ്സി മാമിന് സെഷൻ എടുക്കാം, ബെസ്സി മാമിനും എടുക്കാം. ഇപ്പൊ നമ്മള് ഈ ഒരു സെഷന്റെ എക്സ്ട്രാക്ട് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായും ബെസ്സി മാമിനും ഒരുപാട് സെഷൻസ് എടുക്കാൻ പറ്റും. ഞാൻ മോർണിംഗിൽ എഴുന്നേക്കാറില്ല, എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മോർണിംഗ് സെഷൻ 1-2-3 പ്രാവശ്യം കയറി. പക്ഷെ പിന്നെ ഞാൻ സാറിന്റെ അവരുടെയൊക്കെ റെക്കോർഡ് കേൾക്കാറുണ്ട്, അതേ ഉള്ളൂ. എന്നുവെച്ചാൽ മാമിന് അങ്ങനെ എന്തെങ്കിലും മൈഗ്രന്റ് ഇഷ്യൂ ആണോ അതോ? ഞാനിപ്പോ ഈ ജോലിയിൽ നിന്ന് വിട്ട് നിൽക്കുന്നതിന് ശേഷം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോ.